ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയൊരു കഥ പറയാൻ പോവുകയാണ്. എൻ്റെ കഥയുടെ പേര് ക്രിപ്പാലീസ് വേൾഡ്. ഒരിക്കൽ ഒരു പെണ്ണുണ്ടായിരുന്നു, പേര് കൃപാലി. കൃപാലി ഭയങ്കര സ്മാർട്ടായിരുന്നു. എന്ത് കാര്യത്തിനും അവളായിരിക്കും ഫസ്റ്റ്. ഒരു ദിവസം കൃപാലിൻ്റെ അമ്മ ബക്കറ്റ് തുണിയായി നടക്കുന്നായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് വീണു. അയ്യോ എന്നെ വിളിച്ചൊരൊച്ച. കൃപാലി ഓടിപ്പോയി ചോദിച്ചു, അയ്യോ അമ്മേ എന്നും പറഞ്ഞു. കൃപാലി വേഗം ബക്കറ്റ് എടുത്തു അമ്മേനെയും സൂക്ഷിച്ച് സഹായിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, കൃപാലി എനിക്ക് ഭയങ്കര നടുവേദന, ഒരു വെയിറ്റുള്ള സാധനം എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അന്നേരമാണ് കൃപാലിക്ക് ഒരു ഐഡിയ തോന്നിയത്. കൃപാലി അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം ഒരു മെഷീൻ കണ്ടുപിടിച്ചു, അത് അമ്മക്ക് വേണ്ടി. അങ്ങനെ ടീച്ചർ അവളെ ഫോൺ വിളിച്ചു. ഹലോ കൃപാലി. കൃപാലി എടുത്തിട്ട് ചോദിച്ചു, യെസ് മാം, വാട്ട്സ് ദ പ്രോബ്ലം? അന്നേരം മാഡം പറഞ്ഞു, നീ എന്തേ സയൻസ് പ്രൊജക്റ്റിന് ഇല്ല? കൃപാലി പറഞ്ഞു, അയ്യോ മേഡം ഞാനുണ്ട്. അങ്ങനെ കൃപാലി വേഗം അമ്മേനോടെല്ലാം ചോദിച്ച് കാര്യങ്ങൾ റെഡിയാക്കി. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൃപാലിൻ്റെ സയൻസ് പ്രൊജക്റ്റായി. കൃപാലി അമ്മക്ക് വേണ്ടി സഹായിച്ചു, സാധനം തന്നെ എടുത്തു കൊടുത്തു. എന്നിട്ട് കൃപാലിനോട് ടീച്ചർ ചോദിച്ചു, കൃപാലി ഇതെന്താ സാധനം, ഇതെങ്ങനെ ഉപയോഗപ്പെടും? മാം, ഉപയോഗപ്പെടും അല്ല ചെയ്യും. എങ്ങനെ അറിയോ? എൻ്റെ അമ്മക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടുവേദന, ഒരു വീട്ടിലുള്ള സാധനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മക്ക് വേണ്ടി ഒരു മെഷീൻ ആക്കിയതാ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മക്ക് ഇപ്പം വീട്ടിലുള്ള സാധനം എല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ റിസൾട്ട് വന്നു. അങ്ങനെ കൃപാലിക്ക് ഫസ്റ്റ് കിട്ടി. കൃപാലി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ കൃപാലിക്ക് ജപ്പാനിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു സെലക്ഷൻ. കൃപാലി ഞെട്ടിപ്പോയി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കൃപാലി ജപ്പാനിൽ പോയി. അങ്ങനെ കുറേ ആഴ്ചകൾ കടന്നു പോയി. കൃപാലി തിരിച്ചെത്തി. എന്നിട്ട് അവിടെ നിന്നും ഒരു കോൾ വന്നു. ഹലോ, ഇത് കൃപാലിൻ്റെ വീടാണോ എന്ന് ചോദിച്ചു. അന്നേരം കൃപാലിൻ്റെ വീടല്ല, ഇത് കൃപാലിൻ്റെ സ്കൂളാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൃപാലിക്കാണ് ഫസ്റ്റ്, അത് മറക്കണ്ടേ, കൃപാലിയാണ് ഫസ്റ്റ്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡ് മെഡലും ട്രോഫിയും സർട്ടിഫിക്കറ്റും നമ്മൾ അവിടെ ന്യൂയോർക്കിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. കൃപാലിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ഇവിടുന്ന് എന്താ നമുക്ക് മനസ്സിലായേ? ഒരു സഹായം ഒരു വലിയ കാര്യമാവും. കേട്ടിട്ടില്ലേ? എന്നാൽ എൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.